നമസ്കാരം. വഖഫ് ബോർഡ്, വഖഫ് പ്രോപ്പർട്ടീസ്, വഖഫ് ബിൽ ഇതൊക്കെ വാർത്തകളിൽ പിന്നെയും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി വഖഫ് ബിൽ പാസാക്കി കഴിഞ്ഞു. എന്താണ് വഖഫ് അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടീസ്, വഖഫ് ബോർഡ് എന്നത് സംബന്ധിച്ച് നിരവധിയായ സംശയങ്ങളും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ ഈ വഖഫ്? വഖഫ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക സങ്കല്പം മാത്രമാണ്. ഇസ്ലാമിലെ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനമായി നമുക്ക് വഖഫിനെ കാണാനും കഴിയും. വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം എൻഡോമെന്റ് എന്ന് മാത്രമാണ്, അതായത് റിലീജിയസ് ആയ എൻഡോമെന്റ്. മുസ്ലിം മതവിശ്വാസ പ്രകാരം ഒരു സ്വത്തിന്റെ ഉടമ അത് ദൈവത്തിന് സമർപ്പിക്കുന്നു. അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളെല്ലാം മതപരമായതോ അല്ലെങ്കിൽ ഭക്തിപരമായതോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വകാര്യ സ്വത്തുക്കളാണ്. ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എൻഡോമെന്റ് ആക്കി വെച്ചാൽ ആ പേർപ്പസിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോ ഇത്തരം പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന ബോർഡിനെയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രോപ്പർട്ടീസ് കൈവശം വെക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വഖഫിനെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ മൃഗസംരക്ഷണത്തിനായി വഖഫ് ചെയ്ത പ്രോപ്പർട്ടീസ് ഉണ്ട്, യാത്രക്കാർക്കായി വഖഫ് ചെയ്ത മുസാഫിർ ഖാനാസ് ഉണ്ട്. എന്തായാലും 1954 നമുക്കൊരു വഖഫ് ആക്ട് ഉണ്ടായിരുന്നു. 2013 ആ ആക്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട്. ഈ വഖഫ് ആക്ടുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡിന് വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര സ്വഭാവം അത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ വഖഫ് ഭേദഗതി, അതായത് പുതിയതായി കൊണ്ടുവന്ന വഖഫ് ഭേദഗതികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന 1995 നിയമത്തിലെ 40-ാം വകുപ്പ് ഒഴിവാക്കി. ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി. ദീർഘകാലം രേഖകളില്ലാതെ വഖഫായി ഉപയോഗിച്ചിരുന്ന സ്വത്തുക്കൾ നിലവിൽ സർക്കാരിന്റെ കൈവശമോ തർക്കത്തിലോ ആണെങ്കിൽ ഇനി അത് വഖഫായി കണക്കാക്കാൻ കഴിയില്ല. നിയമത്തിന് മുൻപോ ശേഷമോ വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ ഭൂമിയും ഇനി വഖഫായി കണക്കാക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ഇനി മുതൽ ചോദ്യം ചെയ്യാം. നോക്കൂ, 5 വർഷം മുസ്ലിം മതവിശ്വാസത്തെ തുടർന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് നൽകാവൂ എന്ന് ശഠിക്കുന്ന ഭേദഗതി ബില്ല് മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ ബോർഡിൽ അംഗമാക്കാമെന്ന വിചിത്ര നിബന്ധനയും കൊണ്ടുവരുന്നുണ്ട്. 5 വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ ഇനി വഖഫ് ദാനം ചെയ്യാനാകുള്ളൂ. അപ്പോൾ നിലവിൽ മുസ്ലിം ഇതരർക്കും വഖഫ് നൽകാം. മൂല നിയമത്തിലെ 109-ാം വകുപ്പ് ഭേദഗതി ചെയ്യുന്നതോടെ വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണത്തിനാവശ്യമായ ചട്ടങ്ങളും മറ്റും രൂപീകരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനായിരിക്കും. തർക്കത്തിലുള്ള ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയാൽ അത് വഖഫ് ഭൂമി അല്ലാതെയാകും. അക്ഷരാർത്ഥത്തിൽ വഖഫ് ബോർഡിനെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനല്ല ബില്ല്. എന്തായാലും ബില്ലിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ സിപിഐഎമ്മും സിപിഐയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും DMKയും മുസ്ലിം ലീഗും YSR കോൺഗ്രസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. സംഘപരിവാറിന് ആവശ്യത്തിനനുസരണം ഈ മേഖലയിലെല്ലാം ഇടപെടാനുള്ള പഴുത് സൃഷ്ടിക്കുക മാത്രമാണ് ഈ ബില്ല്. മതപരമായ കാര്യങ്ങൾ സർക്കാർ അതിക്രമിച്ചു കടക്കുന്നതിന്റെ നല്ല ഒന്നാന്തരം ഉദാഹരണം മാത്രമാണ് പുതിയ വഖഫ് ബിൽ.